بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു അൻ-നിസായിലെ അവസാനത്തെ ആയത്ത് 176-ാമത്തെ ആയത്തും അനന്തരാവകാശ ആയത്തുകളിൽ അവസാനത്തെ ആയത്തായ വചനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതോടെ അനന്തരാവകാശ വിഷയങ്ങൾ ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. സൂറത്തുൻ നിസായിലെ 76-ാമത്തെ ആയത്ത് യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പാരായണം ചെയ്തതാണ്. യസ്തഫ്തൂനക് താങ്കളോട് ചോദിക്കുന്നു, സംശയം ചോദിക്കുന്നു. ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല, അല്ലാഹു സുബ്ഹാനഹു വ തആല കലാലത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു, ഫത്വ നൽകുന്നു. എന്താണ് കലാലത്ത്? സലഫു സാലിഹീങ്ങളുടെ വീക്ഷണപ്രകാരം നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. മല്ല വാലിദ ലഹു വല വലദ്, പിതാവും സന്താനവും ഇല്ലാത്ത ഒരാൾക്കാണ് കലാലത്ത് എന്ന് പറയും. അപ്പോൾ ഒരാൾ മരിച്ചു, അയാൾക്ക് സന്താനമില്ല, പിതാവില്ല. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ സ്വത്തിന് എല്ലാം കലാലത്ത് എന്ന് പറയുന്നു. ഇനിമുൻ ഹലക ലൈസ ലഹു വലദുൻ വലഹു ഉഖ്തുൻ ഫലഹാ നിസ്ഫു മാ തറക്, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, എന്നാൽ അയാൾക്ക് ഒരു സഹോദരി ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ആ സഹോദരിക്ക് അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ പകുതി അവകാശമുണ്ട്. വഹുവ യരിസുഹാ ഇല്ലം യകുൻ ലഹാ വലദ്, എന്നാൽ സഹോദരി മരണപ്പെടുകയും ആ സഹോദരിക്ക് ഒരു സഹോദരൻ ഉണ്ടാവുകയും ചെയ്താൽ ആ സഹോദരിയുടെ പൂർണ്ണ അവകാശം ആ സഹോദരന് ഉണ്ട്. ഫൈൻ കാനത ഇത്നതൈനി, ഇനി സഹോദരിമാർ രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഫലഹുമ സുലുസാനി മിമ്മാ തറക്, അവൻ സഹോദരൻ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 2/3 ഓഹരിയും ഈ 2 സഹോദരികൾക്കാണ് ഉള്ളത്. വഇൻ കാനൂ ഇഖ്വതൻ റിജാലൻ വനിസാഅൻ, എന്നാൽ അവർ ഇഖ്വതൻ സഹോദരങ്ങളാവുകയും പുരുഷന്മാരായും സ്ത്രീകളായും കുറേ പേരായ സഹോദരങ്ങളാണ് ഉണ്ടെങ്കിൽ ഫലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, അപ്പോൾ ഒരു ആണിന് 2 സ്ത്രീകളുടെ 2 പെണ്ണിൻ്റെ അവകാശമാണുള്ളത്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. അൻ തദില്ലു ഐ ലിഅല്ലാ തദില്ലു, നിങ്ങൾ വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടി. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെയും കുറിച്ച് അല്ലാഹു അറിയുന്നവനാണ്. ഇതിൻ്റെ ഇബ്നു കസീറിൻ്റെ ഈ ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഇബ്നു കസീറിൻ്റെ തഫ്സീറിലൂടെ നമ്മൾ പഠിച്ചു. ഇനിയും ഇൻഷാ അല്ലാഹ് 2-ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇവിടെ സഹോദരി എന്ന് പറയുമ്പോൾ സഹോദരി സഹോദരൻ ഈ ആയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പഠിച്ചതാണ്. എന്താണ് ഉദ്ദേശം? ഏത് നിലക്കുള്ള സഹോദരൻ സഹോദരി? മാതാവും പിതാവും ഒത്ത, അല്ലെങ്കിൽ പിതാവ് ഒത്ത സഹോദരനും സഹോദരിയും. മാതാവ് മാത്രം, മാതാവ് ഒത്ത സഹോദരന്മാരുടെ അവകാശങ്ങൾ നമ്മൾ സൂറത്തുൻ നിസായിലെ 12-ാമത്തെ ആയത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ചുരുക്കത്തിൽ പെട്ടെന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാകുവാൻ വേണ്ടി ഒരു ചോദ്യരൂപത്തിൽ പറയുകയാണ്. മാതാവൊത്ത സഹോദരി സഹോദരൻ, ഒരു സഹോദരിയും ഒരു സഹോദരനും ഉണ്ടെങ്കിൽ എത്രയാണ് അവരുടെ അവകാശം? ഓർമ്മയുണ്ടോ? മാതാവൊത്ത
സഹോദരൻ അല്ലെങ്കിൽ സഹോദരി. അവകാശം എത്രയാണ്? 6/1. എത്രയാണ്? 6/1. وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت. ഒരാളുടെ സ്വത്ത് കലാലത്തായി സ്വത്ത് ഓഹരി ചെയ്യപ്പെട്ടാൽ വലഹു അഖുൻ ഔ ഉഖ്തുൻ, അയാൾക്ക് സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും എത്രയാണ്? 6/1. പണ്ഡിതന്മാർ ഇജ്മാ കൊണ്ട് പറയുന്നു ഈ ആയത്തിൽ ഉദ്ദേശം മാതാവൊത്ത സഹോദരനും സഹോദരിയുമാണ്. എത്രയാണ് അവകാശം? 6/1. പിന്നെ അവർ 2 പേരോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ അത് 2 മാതാവൊത്ത സഹോദരിമാർ, 2 മാതാവൊത്ത സഹോദരന്മാരുണ്ടെങ്കിലോ ഫൈൻ കാനു അക്സറ മിൻ ദാലിക ഫഹും ശുറകാഉ ഫിസ്സുലുസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സഹോദരനോ മാതാവൊത്ത ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ എത്ര അവകാശം? 6/1. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ 3/1. എത്ര പേരാണെങ്കിലും. മനസ്സിലായല്ലോ? അതാണ് മാതാവൊത്ത സഹോദരന്മാരുടെയും സഹോദരികളുടെയും അവകാശം. മനസ്സിലായി? ഇനി രണ്ടാമത്തെ ചോദ്യം, പിതാവും മാതാവും ഒത്ത അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരിയും സഹോദരനും അവരുടെ അവകാശം എത്രയാണ്? ഇവിടെ മാതാവും പിതാവും ഒത്ത, അറബി പറയും അൽ ഉഖ്തു ഷഖീഖ, അൽ അഖു ഷഖീഖ്. അങ്ങനെ ഷഖീഖത്തായ സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിക്ക് എത്രയാണ്? പകുതി അവകാശം. സഹോദരനോ, അതായത് ഒരു സഹോദരൻ എന്ന് പറയുമ്പം ആരുടെ സ്വത്താണ് ഉദ്ദേശം? സഹോദരൻ മരിച്ച് ആരുമില്ല, പിതാവില്ല, മക്കളില്ല, ഒരു സഹോദരനുണ്ട് ആ സഹോദരിക്ക്. അപ്പോൾ പൂർണ്ണമായും ആ സ്വത്ത് ആരിലേക്ക് പോവുക? സഹോദരൻ. ഇത് ഏത് സഹോദരനാണ്? ഷഖീഖായ സഹോദരൻ അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരൻ. ഇനി 2 പേരോ, അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് 2 സഹോദരികളുണ്ട് അല്ലെങ്കിൽ 3 സഹോദരികൾ, അത് 2 2 കൂടുതലോ സഹോദരികളുണ്ട്. എത്ര അവകാശം? 3/2 ഭാഗം. അതാണ് ഈ ആയത്തിൽ പഠിച്ചത് നമ്മൾ. എന്താണ് പറഞ്ഞത്? കണ്ടോ? വലഹു ഉഖ്തുൻ ഫലഹാ നിസ്ഫു മാ തറക്, അയാൾക്ക് ഒരു സഹോദരി ഉണ്ടെങ്കിൽ എത്രയാണ്? നിസ്ഫു മാ തറക്, അയാൾ വിട്ടേച്ച് പോയതിന്റെ പകുതി അവകാശം. ഇനി ഫൈൻ കാനത് ഇത്നതൈനി, 2 സഹോദരിമാർ ഉണ്ടെങ്കിൽ ഫലഹുമ സുലുസാനി മിമ്മാ തറക്, 3/2 ഭാഗമാർക്കാണ്? 2 സഹോദരിമാർക്ക്, 2 2 കൂടുതലോ. അപ്പോൾ അതിൻ്റെ സംഗതി മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അതാണ് ഈ മാതാവൊത്ത സഹോദരന്മാരും അല്ലാത്ത സഹോദരന്മാരും തമ്മിലുള്ള വ്യത്യാസം. അതിൽ കൂടുതൽ അവകാശം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ അവകാശം ആർക്കാണ്? ഈ സഹോദരന്മാർക്കാണ്. അതായത് നേരെയുള്ള മാതാവും പിതാവും ഒത്ത സഹോദരന്മാർക്കാണ് കൂടുതൽ അവകാശം. അതിപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് മാതാവൊത്ത സഹോദരന്മാർ എത്ര പേരുണ്ടെങ്കിലും 3/1 അവർക്ക് അവകാശം കൂടൂല. ശരി, അവരുടെ അവകാശം 3/1 കൂടുകയില്ല. എന്നാൽ പിതാവൊത്ത സഹോദരന്മാരും സഹോദരികളും അവർ 1 പേരാണെങ്കിൽ അവർക്ക് ഒരവകാശവും, എന്നാൽ 2 പേര് 2 കൂടുതലാണെങ്കിൽ എത്രയാണ്? ഫലഹുമ സുലുസാനി മിമ്മാ തറക്, ഇത് 2 സഹോദരികളാണെങ്കിൽ. ഇനി പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് അധികം പേരുണ്ടെങ്കിൽ അവരെല്ലാവർക്കും ആ സ്വത്തിൽ അവകാശികളാകുന്നു. പക്ഷേ പുരുഷന് 2 ഇരട്ടി. ആ നിലക്കാണ് ഫലിദ്ദക്കരി മിസ്ലു ഹവ്വിൽ ഉൻസയൈൻ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തിൻ്റെ അവസാനത്തെ പകുതിൻ്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിലൂടെ നമ്മൾ പഠിക്കുന്നതോടെ സൂറത്തുൻ നിസായിലെ അനന്തരാവകാശ ആയത്തുകൾ പൂർത്തിയാകുന്നു. قال الإمام ابن كثير وقوله നാരാ പറഞ്ഞത്? ഇബ്നു കസീർ. മനസ്സിലായില്ലേ? വഖൗലു എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം, അള്ളാഹുവിൻ്റെ വചനം.
എന്താണ്? ഫഇൻ കാനത ഇസ്നതൈനി ഫലഹുമ الثلثان മിമ്മാ തറക്. ശ്രദ്ധിക്കുക, ഫഇൻ കാനത, അവർ രണ്ടുപേരും, ആ രണ്ടുപേരും സഹോദരിമാര് ശരി, ഇസ്നതൈനി രണ്ടുപേരും ആണെങ്കിൽ, ഫലഹുമ അവർ രണ്ടുപേർക്കും അസ്സുലുസാനി മൂന്നിൽ രണ്ട് ഭാഗവും മിമ്മാ തറക്ക അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ സുലുസാനി മൂന്നിൽ രണ്ട് ഭാഗവും ആർക്കുണ്ട്? ഈ രണ്ട് സഹോദരികൾക്കുണ്ട്. ഐ എന്തായി എന്ന് വെച്ചാല് അതായത് ഫഇൻ കാന ലിമൻ യമൂതു കലാലതൻ ഉഖ്താനി ഫുരിദ ലഹുമാ അസ്സുലുസാൻ. കലാലത്തായി മരണപ്പെടുന്ന ഒരാൾക്ക് രണ്ട് സഹോദരികളുണ്ടെങ്കിൽ ഉഖ്താനി ഫുരിദ ലഹുമാ, ആ രണ്ട് സഹോദരികൾക്കും നിർണയിക്കപ്പെട്ടതാണ് അസ്സുലുസാനി മൂന്നിൽ രണ്ട് ഭാഗം. വകദ മാ സാദ അലൽ ഉഖ്തൈനി ഫീ ഹുക്മിഹിമാ. വകദ അതേപോലെ തന്നെ, അപ്രകാരം തന്നെ, മാ സാദ അലൽ ഉഖ്തൈനി രണ്ട് സഹോദരികളിൽ അധിക പേരുണ്ടെങ്കിലും കൂടുതലാണെങ്കിലും ഫീ ഹുക്മിഹിമാ അവ രണ്ടുപേരുടെയും വിധി തന്നെ. അപ്പോ രണ്ട് സഹോദരികളാണെങ്കിൽ രണ്ട് കൂടുതലാണെങ്കിലും ഒരേ അവകാശം. എത്രയാണ്? മൂന്നിൽ രണ്ട്. വമിൻ ഹാഹുനാ അഖദൽ ജമാഅതു ഹുക്മൽ ബിൻതൈൻ. ഈ ആയത്തിൽ നിന്നാണ്, ഓർമ്മ അറിയില്ല, നമ്മൾ മുമ്പ് പഠിച്ച് ഒരു സംഗതി. എന്താണ്? രണ്ട് പെൺമക്കൾ, ഒരാൾ മരിച്ചു, അയാൾക്ക് രണ്ട് പെൺമക്കളുണ്ട്. എത്ര അവകാശം? മൂന്നിൽ രണ്ട്. മൂന്നിൽ രണ്ട്. രണ്ട് പെൺമക്കളാണെങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ടാണെന്ന് ഖുർആൻ ഗണ്യതമായി പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു മനസ്സിലായില്ലേ? രണ്ട് പെൺമക്കളാണെങ്കിൽ അവർക്ക് മൂന്നിൽ രണ്ടാണ് അവകാശം എന്ന് ഖുർആൻ ഗണ്യതമായി പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഖുർആൻ പറയുന്നു ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി ഫലഹുമ الثلثان മിമ്മാ തറക്. ഖുർആന്റെ ബാഹ്യമായ അർത്ഥം നോക്കുകയാണെങ്കിൽ അവർ സ്ത്രീകൾ, അതായത് പെൺമക്കൾ രണ്ടിൽ കൂടുതലാണെങ്കിൽ ഫൗഖ ഇസ്നതൈനി ഫലഹുമ الثلثان മിമ്മാ തറക്, അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമുണ്ട്. അപ്പം ഫൗഖ ഇസ്നതൈനി എന്നാ പറഞ്ഞത് ഖുർആനിൽ. അപ്പോൾ എങ്ങനെയാണ് രണ്ട് പെൺമക്കൾക്ക്, കൂടുതലാണെങ്കിൽ രണ്ട് പെൺമക്കളാണെങ്കിലും അവർക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ടാണെന്ന് മനസ്സിലായത്? പണ്ഡിതന്മാര് പറയുന്നു വമിൻ ഹാഹുന, വായിക്കുക, അഖദൽ ജമാഅതു ഹുക്മൽ ബിൻതൈൻ. ഈ ആയത്തിൽ നിന്ന്, ഏത്? ഈ കലാലത്തിന്റെ ആയത്ത്, കലാലത്തിന്റെ ആയത്തിൽ നിന്നാണ് രണ്ട് പെൺമക്കൾക്കും സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഉണ്ട് എന്ന് മനസ്സിലായത് ഈ ആയത്തിൽ നിന്നാണ്. എങ്ങനെ മനസ്സിലായത്? മുമ്പ് നമ്മൾ വിവരിച്ചതാണ്, ഓർമ്മ ഉണ്ടോ അറിയില്ല. അതായത് രണ്ട് സഹോദരികൾ എന്ന് പറയുമ്പോൾ രണ്ട് പെൺമക്കൾ നമ്മൾ താരതമ്യം നടത്തുകയാണെങ്കിൽ രണ്ട് പെൺമക്കളാണ് കൂടുതൽ അടുത്തവർ, അല്ലേ? അപ്പോൾ രണ്ട് പെൺമക്കൾക്ക് അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർക്ക്, രണ്ട് സഹോദരികൾക്ക് സ്വത്തിന്റെ മൂന്ന് രണ്ടുണ്ടെങ്കിൽ അവരെക്കാൾ അവകാശം ആർക്കാണ്? രണ്ട് പെൺമക്കൾക്കല്ലേ? അപ്പോൾ അതാ ഇമാം ഇബ്നു കസീർ പറയുന്നത് വമിൻ ഹാഹുനാ അഖദൽ ജമാഅതു, പണ്ഡിത സംഘം ഈ ആയത്തിൽ നിന്നാണ് തെളിവുദ്ധരിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് ഹുക്മൻ ബിൻതൈൻ, രണ്ട് പെൺമക്കളുടെയും ഹുക്മ് ഇതിൽ നിന്ന് അവർ എടുത്തു. കമസ്തുഫീദ ഹുക്മുൽ അഖവാതി മിനൽ ബനാത്ത്. അതേപോലെ വേറെ നേരെ മറിച്ച് നമുക്ക് ചിന്തിക്കാം. രണ്ട് സഹോദരിമാരുടെ അവകാശം ഖുർആൻ പറഞ്ഞു, അല്ലേ? ഈ ആയത്തിൽ പറഞ്ഞില്ലേ? പറഞ്ഞു ഫഇൻ കാനത ഇസ്നതൈനി, രണ്ട് സഹോദരികൾ ഉണ്ടെങ്കിൽ ഫലഹുമ الثلثان മിമ്മാ തറക്, സ്വത്തിന്റെ മൂന്നിൽ രണ്ട് അവർക്കുണ്ട്. ആർക്കുണ്ട്? രണ്ട് സഹോദരിമാർക്ക്. അപ്പൊ ചോദ്യം, രണ്ട് സഹോദരിമാരിൽ കൂടുതലുണ്ടെങ്കിലോ എന്താ നിയമം? അപ്പോഴും മൂന്നിൽ രണ്ട്. അത് എവിടുന്ന് കിട്ടി? അത് പെൺമക്കളുടെ അവകാശം പറഞ്ഞോടത്തുനിന്ന് കിട്ടി. അതാണ് ഇബ്നു കസീർ പറഞ്ഞു. നോക്കി നിങ്ങൾ, പണ്ഡിതന്മാരുടെ ഈ ഇബാറത്തിലൂടെ വായിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. കമസ്തുഫീദ ഹുക്മുൽ അഖവാതി, സഹോദരികളുടെ നിയമം പെൺമക്കളുടെ ആയത്തിൽ നിന്ന് കിട്ടിയെന്ന്.
ഏതായത് ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി, രണ്ട് പെൺമക്കളിൽ കൂടുതലാണെങ്കിൽ സ്വത്തിന്റെ 3/2. അതേപോലെ തന്നെ രണ്ടിൽ കൂടുതലുള്ള സഹോദരികളാണെങ്കിൽ അവർക്കും സ്വത്തിന്റെ 3/2. അതാണ് ഖുർആന് യുഫസ്സിറു ബഅദുഹു ബഅദ, ചിലത് ചിലതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ഫി ഖൗലിഹി ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. ഇത് ഏത് ആയത്താണ്? സൂറത്തു നിസായിലെ 11ാമത്തെ ആയത്ത്. 11ാമത്തെ ആയത്ത് ഏത്? ഈ പെൺമക്കളുടെ പെൺമക്കള് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്വത്ത് ഓഹരി വിവരിക്കുന്ന ആയത്ത്. അപ്പം ഈ കാര്യം മനസ്സിലായെന്ന് നമുക്ക് തോന്നും. വഖൗലുഹു വഇൻ കാനൂ ഇഖ്വതൻ, അവർ ആര്? ഈ നേരത്തെ ഉദ്ധരിച്ച ആൾക്കാർ ആരൊക്കെയാണ്? സഹോദരന്മാരും സഹോദരികളും. ഇഖ്വതൻ സഹോദരങ്ങളായിരിക്കെ, റിജാലൻ വനിസാഅൻ അവർ പുരുഷന്മാരും സ്ത്രീകളുമായ സഹോദരങ്ങളാണെങ്കിൽ ഫലിദ്ദക്കരി ആണിന് മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, മിസ്ലു ഹദ്ദിൽ എന്താണ്? രണ്ട് സ്ത്രീകളുടെ പെണ്ണിന്റെ അവകാശമാണ്, തുല്യാവകാശമാണ് ആർക്കുള്ളത്? പുരുഷന്. ഹാദാ ഹുക്മുൽ അസബാത്ത് മിനൽ ബനീന വബനിൽ ബനീന വൽ ഇഖ്വ. ഇത് അസബത്തുകളുടെ അവകാശമാണെന്ന്, അവകാശത്തിന്റെ ആയത്താണ്. എന്താ അസബത്ത് പറഞ്ഞാല്? അതായത് നിർണിത കണക്ക് പ്രകാരം അവകാശമുള്ള ആൾക്കാർക്ക് എന്താ പറയാ? അസ്ഹാബുൽ ഫുറൂദ്, ഫർദിന്റെ അവകാശികൾ. ഇനി നിർണിത കണക്കില്ലാത്ത അവകാശികൾക്കോ അസബ എന്ന് പറയും. അപ്പം അസബത്തുകളുടെ നിയമമാണ് ഇവിടെ പറഞ്ഞത്. ആരാണിത്? ഇഖ്വ, അതായത് കുറേ പേരുള്ള സഹോദരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സഹോദരിയാണെങ്കിൽ അവിടെ എന്താണ്? അസബല്ല. അവിടെ എന്താണ്? അവിടെ ഫർദാണ്. അവിടെ ഒരു പകുതി അവകാശമാണ്. പക്ഷെ കുറേ പേരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ എത്ര പെൺകുട്ടിക്ക് അവകാശം? സ്വത്തിൻ്റെ പകുതി അവകാശം. ഇനി കുറേ പെൺമക്കളും ആൺമക്കളും ഒരുമിച്ചാണെങ്കിലോ അവിടെ ഫർദില്ല. അവിടെ എന്താണ്? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഇബ്നു കസീർ പറയുന്നു, ആൺമക്കളുടെ കുട്ടികൾ അതുപോലെ തന്നെ സഹോദരങ്ങൾ അവർ ഒരുമിക്കുകയാണെങ്കിൽ അവരെ കുറിച്ചാണ് അസബ എന്ന് പറയുക. ആ അസബയുടെ നിയമമാണ് ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ടത്. വിശദീകരിക്കുന്നു. ഇദജ്തമഅ, ഒന്നും കൂടി ഓർക്കണം, എല്ലാവരും ഒരുമിച്ച് വായിക്കുക. ഇദജ്തമഅ ദുകൂറുഹും വഇനാസുഹും ഉഅതിയ الذكر مثل حظ الأنثيين. ഇദജ്തമഅ ഒരുമിച്ച് കൂടിയാൽ ദുകൂറുഹും വഇനാസുഹും അവരിൽ ദുകൂറും ആണുങ്ങളും അതായത് പുരുഷന്മാരും വഇനാസുഹും സ്ത്രീകളും ഒരുമിക്കുകയാണെങ്കിൽ ഉഅതിയ الذكر അവരിൽപ്പെട്ട ദക്കറിന് ആണിന് മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ രണ്ട് പെണ്ണിന്റെ അവകാശം അവർക്ക് ആ ആണിന് നൽകപ്പെടും. ഉഅതിയ നൽകപ്പെടും. വഖൗലുഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു യുബയ്യിനുല്ലാഹു ലക്കും ഐ യഫ്രിദു ലക്കും ഫറായിദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർണയിച്ച അവകാശങ്ങൾ, അനന്തരാവകാശങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നിർണയിച്ചു തരുന്നു. അപ്പോൾ ഫറള എന്ന വാക്കിന് പല അർത്ഥങ്ങൾ പഠിച്ചു ഇല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ? ഒരർത്ഥം എന്താണ്? നിർണയിച്ചു. അതുകൊണ്ടാണ് ഫരീദത്ത്, നിർണിത അവകാശം. അതിൻ്റെ ജംഅ എന്താണ്? ഫറായിദ്. അതേപോലെ തന്നെ ഫറള എന്ന വാക്ക് എന്തുണ്ട്? നിർബന്ധമാക്കിയെന്ന അർത്ഥമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചപ്പോൾ, യമനിലേക്ക് നിയോഗിച്ചപ്പോൾ പറഞ്ഞെന്താണ്? ആദ്യം തൗഹീദിലേക്ക് ക്ഷണിക്കണം. ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ്.
അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് താങ്കൾ ആദ്യം അവർ ക്ഷണിക്കേണ്ടത്. എന്നിട്ട് അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ فأعلمهم أن الله افترض عليهم 5 صلوات في اليوم والليلة. അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ താങ്കൾ അറിയിച്ചു കൊള്ളണം, അള്ളാഹു ഇഫ്തറദ അലൈഹിം, അവർക്ക് ഫർളാക്കിയിട്ടുണ്ട്. അവിടെ അള്ളാഹു അവകാശങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണോ? അല്ല, അവിടെ 5 വക്ത് നമസ്കാരങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. വയഹുദ്ദു ലക്കും ഹുദൂദ, അവന്റെ അതിർവരമ്പുകൾ നിങ്ങൾക്കവൻ നിശ്ചയിച്ചു തരുന്നു. വയുവദ്ദിഹു ലക്കും ശറാഇഅ, അവന്റെ നിയമങ്ങൾ നിങ്ങൾക്കവൻ വിവരിച്ചു തരുന്നു. അള്ളാഹുവിന്റെ ശരീഅത്ത് നിയമങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. വഖൗലുഹു അൻ തദില്ലു ഐ ലിഅല്ലാ തദില്ലു അനിൽ ഹഖ് ബഅദൽ ബയാൻ, വിവരണത്തിന് ശേഷം, ബയാനിന് ശേഷം സത്യത്തിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റാതിരിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്രയും വ്യക്തമായി കൃത്യമായി എല്ലാ നിയമങ്ങളും വിവരിച്ചു തന്നത്. വഖൗലുഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെയും കുറിച്ച് അറിയുന്നവനാണ്. അലി എന്ന് വെച്ചാൽ സാധാരണ അറിവുള്ളവൻ എന്ന് അർത്ഥം കൊടുത്താൽ പോരാ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. അവിടെ എന്താണ്? മുബാലഗത്തുള്ള, എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന, വ്യാപ്തിയുള്ള ഒരു പദമാണ് അലീം. ആലിം എന്ന് വെച്ചാൽ അറിവുള്ളവൻ, എല്ലാം അറിയുന്നവനോ അലീം. അതുകൊണ്ട് അൽ അലീം എന്നത് ഒരു സൃഷ്ടിക്ക് നമ്മൾ നൽകാൻ പാടില്ല ആ വിശേഷണം. ഐ ഹുവ ആലിമുൻ ബിഅവാഖിബിൽ ഉമൂർ, അള്ളാഹു അറിയുന്നവനാണ് ബിഅവാഖിബിൽ ഉമൂർ, കാര്യങ്ങളുടെ പരിണതിയെക്കുറിച്ച് അവൻ അറിയുന്നു. അതായത് ഒരു കാര്യം, പല കാര്യങ്ങളുടെയും പല അവസ്ഥകളുടെയും പര്യാവസാനം, അതിനെക്കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിലൂടെ ഈ അവകാശ നിയമങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. വ മസാലിഹിഹ, കാര്യങ്ങളിലുള്ള നേട്ടങ്ങളും അള്ളാഹു അറിയുന്നു. വമാ ഫീഹ മിനൽ ഖൈരി ലിഇബാദി, അവന്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക്, ദാസന്മാർക്ക് എന്താണോ നന്മ, ആ നന്മയെക്കുറിച്ചും അവൻ അറിവുള്ളവനാണ്. വമാ യസ്തഹിഖുഹു കുല്ലു വാഹിദിൻ മിനൽ ഖറാബാത്ത്, കുടുംബക്കാരിൽ ഓരോരുത്തർക്കും അർഹമായ വിഹിതത്തെക്കുറിച്ചും അവൻ അറിയുന്നു. അത് എങ്ങനെയാണ് ആ ഓഹരിയെക്കുറിച്ച് അള്ളാഹു നിർണയിച്ചത്? ബിഹസബി ഖുർബിഹി മിനൽ മുതവഫ, ബിഹസബി ഖുർബിഹി മിനൽ മുതവഫ, മരിച്ച ആളുടെ, മുതവഫ എന്ന് വെച്ചാൽ അർത്ഥം മരിച്ച ആളുമായി ഇയാൾക്ക്, ഈ ജീവിച്ചിരിക്കുന്ന ആൾക്ക് എത്ര കണ്ട് ബന്ധമുണ്ട്, ആ ബന്ധത്തിനനുസരിച്ചാണ് അള്ളാഹു ഓരോ ഓഹരിയും നിർണയിച്ചിട്ടുള്ളത് എന്നാണ് ഇമാം ഇബ്നു കസീർ തഫ്സീർ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളുടെ വിശദീകരണം, അത് തീരുമാനിക്കൽ അള്ളാഹു ജനങ്ങൾക്ക്, സൃഷ്ടികൾക്ക് നൽകിയിട്ടില്ല. അതിൻ്റെ അവകാശം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്താ കാരണം? കാര്യങ്ങളുടെ പര്യവസാനത്തെക്കുറിച്ച്, ഇവിടെ പറഞ്ഞതുപോലെ പരിണതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിയാറുകളായ മനുഷ്യന്മാർക്ക് അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും നമുക്ക് ബോധമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പ്രകാരം നമ്മൾ പ്രവർത്തിക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി അവസാനത്തെ പേജിൽ, 23-ാമത്തെ പേജിൽ ഉദാഹരണങ്ങളാണ്. ഇത് ഒരുമിച്ച് നമുക്ക് എല്ലാവരും പെന്നെടുത്ത് ഇത് പൂരിപ്പിക്കേണ്ടതാണ്. ഭർത്താവ്, മകൻ,
മകൾ, മകൻ, ഭർത്താവ്, മകൾ, മകൻ. ഇവിടെ ഭർത്താവിന് എത്രയാണ് അവകാശം? എത്രയാണ്? നിസ്ഫ്, അതായത് പകുതി അവകാശം. ശരിയാണോ? അല്ല. എന്താ കാരണം? മക്കളുണ്ടെങ്കിൽ. മക്കളുണ്ടായത് കൊണ്ട് ഭർത്താവിന് എത്ര അവകാശമില്ല? പകുതി അവകാശമില്ല. മക്കളില്ലെങ്കിലോ ഭർത്താവിന് പകുതി അവകാശമുണ്ട്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ് ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലക്കും റുബഉ മിമ്മാ തറക്. ശരി, അപ്പോൾ ഭർത്താവിന് ഇവിടെ എത്ര അവകാശം? റുബഉ എന്ന് വെച്ചാൽ കാൽ. ഇനി മകൾക്കോ? ഇവിടെ മകളും മകനും ഒരുമിച്ചു. അപ്പോ എത്രയാണ്? ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ശരി, അതായത് മകന് മകളേക്കാൾ ഇരട്ടി അവകാശമുണ്ട്. ഇനി നമുക്ക് ഇവരുടെ അവകാശങ്ങൾ നോക്കാം. ഭർത്താവ് ഇവിടെ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ, റുബു എന്ന് പറയുമ്പോൾ ഈ സ്വത്തിന് എത്രയൊക്കെ തിരിക്കണം? 4 ഭാഗം തിരിക്കണം അല്ലേ? 4. ഭർത്താവിന് എത്രയാണ്? എത്ര? 1. ശരി, മകന് എത്ര ആയിരിക്കണം? 2. മകൾക്കോ 1. അപ്പൊ എത്രയായി? 4. രൂപം കിട്ടിയില്ലേ? അപ്പൊ ഈ രീതി പ്രകാരങ്ങൾ ഇവിടെ എഴുതണം. ഭർത്താവിന് 4/1, മകൾക്ക് 1, മകന് 2. അതായത് മകന് ഇരട്ടി. ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഇതൊക്കെ നമ്മൾ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതാണ്. ഇനി അടുത്ത ഇത് നോക്കാം. ശരി, എന്താണ് അടുത്ത ഉദാഹരണം? ഭാര്യ, ഭാര്യ, പിന്നെ മകൾ, പിന്നെ പിതൃവ്യൻ. ശരി, ഭാര്യക്ക് എത്രയാണ്? 8/1. എന്താ കാരണം? മകളുണ്ട്. ഒരു മകൾ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു മകൻ ഉണ്ടായാൽ മതി. മക്കൾ തീരെയില്ലെങ്കിലോ ഭാര്യക്ക് എത്രയാണ്? റുബു, കാൽ ഭാഗം, അല്ലെങ്കിൽ 4/1. ശരി, അപ്പൊ ഭാര്യക്ക് എത്രയാണ്? 8/1. മകൾക്കോ? നിസ്ഫ്, അതായത് പകുതി. എന്താ കാരണം? ഏക മകളായതുകൊണ്ട്. ഒരു മകൾ മാത്രം, മകനില്ല, വേറെ മകളില്ല, ഒറ്റ മകള്. അപ്പൊ എത്ര അവകാശം? പകുതി, നിസ്ഫ്. വലൈക്കും അസ്സലാം വബറകാതുഹു. ശരി, പിതൃവിനോ? ബാക്കി. അതിന് കാരണം എന്താ? ഓരോരുത്തരും കാരണം നമ്മൾ കണ്ടെത്തണോ? കാരണം കണ്ടെത്താൻ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഫറായിദ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് കാരണം? ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കാരണം നമുക്ക് മനസ്സിലാകണം. അപ്പോൾ പിതൃവിന് ബാക്കിയാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ഹദീസ് നമ്മൾ എപ്പോഴാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? അൽഹിഖുൽ ഫറായിദ ബിഅഹ്ലിഹാ, അതായത് നിർണീത അവകാശങ്ങൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ നൽകുക, എത്തിച്ചു കൊടുക്കുക. ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കർ, ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷനാണുള്ളത്. അപ്പോൾ ഇവിടെ ഭാര്യയ്ക്ക് നിർണീത കണക്ക് എന്താണ്? 8/1. മകളുടെ നിർണീത കണക്ക് എത്രയാണ്? പകുതിയാണ്. ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷനാണ്. ആരാണ്? പിതൃവ്യൻ. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. ഇവിടെ 8 സംഖ്യ ആയതുകൊണ്ട് എത്ര ഓഹരിയാക്കണം? 8 ഓഹരിയാക്കാം. 8 ഓഹരിയാക്കാം. ഭാര്യക്ക് എത്രയാണ്? 1. മകൾക്ക് 4. 8ന്റെ പകുതി 4. ബാക്കി എത്രയാണ്? 3. മനസ്സിലായല്ലോ? അതാണ് ഇതിൻ്റെ. ഇനി അടുത്തത് ഈ ഉദാഹരണങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അവസാനിപ്പിക്കും. അടുത്ത് പറഞ്ഞോളി. 2 പെണ്ണ്. പിന്നെ ഇതാണ് മാതാവ്, പിന്നെ സഹോദരൻ. ശരി,
രണ്ട് പെൺമക്കൾക്ക് എത്രയാണ് അവകാശം? 3/2. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ഉദാഹരണത്തിൽ ഒരു മകൾ അല്ലേ, എത്രയാണ്? പകുതി. ഇവിടെ 2 പെൺമക്കളുണ്ട്, അപ്പോ 3/2. മാതാവിനോ 6/1. മാതാവിന് 6/1 2 പെൺമക്കൾ, അതായത് മക്കളുണ്ടെങ്കിൽ വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദുൻ. മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് എത്രയാണ്? ഓരോരുത്തർക്കും 6/1. ശരി, സഹോദരനോ? സഹോദരൻ, അതായത് ഈ കലാലത്തിന്റെ ആയത്ത് ഇവിടെ നമുക്ക് പിന്നെ കലാലത്തിന്റെ ആയത്ത് പ്രകാരം നമുക്കിവിടെ പൂരിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലേ? ഒന്നുകിലാണ്, അല്ലെങ്കിൽ പറ്റൂല. അതെ, എന്താണ് കലാലത്തെന്ന് വെച്ചാൽ മല്ല വാലിദ ലഹു വലാ വലദ്. ഇവിടെ വലതില്ലേ? മകളുണ്ട്. എന്താ വലതെന്ന് വെച്ചാൽ ആൺമക്കൾ എന്നല്ല അർത്ഥം. ഇവിടെ വലതെന്ന് വെച്ചാൽ സന്താനം. അതാണ് ആവർത്തിച്ച് സന്താനം എന്ന് പറഞ്ഞത്. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച് സംബന്ധിച്ച് അള്ളാഹു നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഔലാദ് എന്ന് വെച്ചാൽ ആൺമക്കളും പെട്ടു, പെൺമക്കളും പെട്ടു. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചതാണ്. ശരി, അപ്പൊ സഹോദരൻ എത്രയാണ്? ബാക്കി. കാരണം ഏറ്റവും അടുത്ത ആണയില്ലേ? ശരി, ഇവിടെ 6 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എത്ര ഓരാക്കണം? 6 ഓരാക്കി. 6. അപ്പം 2 പെൺമക്കൾ എന്ന് പറയുമ്പോൾ എത്രയാണ് അവകാശം? 2 പെൺമക്കൾക്ക് ഈ 6ൽ 3/2. അപ്പൊ എത്ര? 4. 4ആണോ? അതായത് 4. അതായത് 6ന്റെ 3/1 എത്രയാണ്? 2. ഇപ്പൊ 4ആയി. മാതാവിന് 1. ബാക്കി എത്രയാണ്? 1. അപ്പോൾ സഹോദരന് 1 ഉള്ളൂ. ഈ 2 പെൺമക്കളെ മക്കളിങ്ങനെ കൂടുമ്പോൾ ബാക്കിയുള്ള അവകാശികൾക്ക് സ്വത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. ചിലപ്പോൾ സ്വത്ത് ഇല്ലാത്ത അവസ്ഥയും വരും. അതും പഠിക്കും ഇൻഷാ അല്ലാഹ്. ശരി, അത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് നിങ്ങളെ എനിക്ക് പറഞ്ഞു തരാം. ഓട്ടോമാറ്റിക്കായിട്ട് മായുന്ന ഒരു ഇൻഷാ അല്ലാഹ് അടുത്ത് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നൗഫൽ മൗലവി പറയുന്നുണ്ട് നമുക്ക് ഈ പ്രൊജക്ട് വെച്ചിട്ടൊക്കെ ചില അടുത്ത ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങണം. അപ്പം 2 എത്രയാ പറഞ്ഞത്? 2 സഹോദരികൾ. ശരി, അടുത്തത് ഭാര്യ. അടുത്തത് പിതൃവ്യം. 2 സഹോദരികൾക്ക് എത്ര അവകാശം? പറയും. ഇതൊക്കെ പഠിച്ചാണല്ലോ, ഇതൊക്കെ ഇത്രയും ആഴ്ചകൾ പഠിച്ചല്ലേ നമ്മളല്ലേ? 3/2. അത് എവിടുന്ന് കിട്ടി? ഏത് ആയത്തിന്റെ? ഈ കലാലത്തിന്റെ ആയത്തിൽ. فإن كانت اثنتين فلهما الثلثان مما ترك. 3/2 അവകാശമാണ് 2 സഹോദരികൾക്ക്. ഖുർആനിൽ നസ്സാണ്. അപ്പോ 3/2. ഭാര്യക്കോ? ഭാര്യക്ക് 4/1. എന്താ കാരണം? മക്കളില്ല. കണ്ടോ, ഇങ്ങനെ തന്നെ മക്കളില്ല. ശരി, പിതൃവ്യനോ? ബാക്കി. എവിടുന്ന് കിട്ടി? ഹദീസിൽ നിന്ന് കിട്ടി അല്ലേ? ആദ്യം നിങ്ങൾ കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. 2 സഹോദരികൾക്ക്. അപ്പൊ ഇവിടെ കണ്ടോ, 4 ഉണ്ട്, 3 ഉണ്ട്. 4ഉം 3ഉം കുടിക്കാൻ പറ്റിയ ഒരു അക്കം കിട്ടണം. അത്രയാണ് 12. ശരി, ഇവിടെ 2 സഹോദരികൾക്ക്
എത്രയാണ് അവകാശം? 8 അല്ലേ? ഭാര്യക്കോ 3 ആണ്. അതായത് 3 ഗുണിക്കണം 4 എത്രയാണ്? 12. ശരി, പിതൃവിന് 8 3 എത്രയായി? 11 അപ്പോൾ 1 ആർക്കാണ്? പിതൃവേണി. ഇത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, എന്തുകൊണ്ടാണ് ഓരോ കണക്കും. പിന്നെ ഇത് നമ്മൾ ഓരോ ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നവർക്ക്, ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകാതെ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പോയി നോട്ട് ഖുർആനൊക്കെ വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാവും. ശരി, അടുത്തത് എത്രാമത്തെ ഉദാഹരണമാണത്? 5-ാമത്തെ. ശരി, അടുത്തത് എന്താണ്? മാതാവൊത്ത 2 സഹോദരന്മാർ. മാതാവൊത്ത 2 സഹോദരന്മാർ. മാതാവൊത്ത 2 സഹോദരന്മാർ. ശരി, പിന്നെ ഒരു സഹോദരിയാ? സഹോദരി. സഹോദരി. അടുത്തത് പിതൃവ്യൻ. ശരി, മാതാവൊത്ത 2 സഹോദരന്മാർ അല്ലേ? ഇവർക്ക് എത്രയാണ്? മാതാവൊത്ത 2 സഹോദരന്മാർ, 3-1. പഠിച്ചാണല്ലേ? ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചല്ലോ മാതാവൊത്ത സഹോദരന്മാരും പിതാവൊത്ത സഹോദരന്മാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മാതാവൊത്ത 2 സഹോദരന്മാർക്ക് 3-1. فإن كانوا أكثر من ذلك فهم شركاء في الثلث. ഖുർആനി നസ്. സഹോദരിക്കോ? സഹോദരിക്ക് പറയണം പകുതി. അതെവിടുന്ന് കിട്ടി? കലാലത്തിന്റെ ആയത്തിൽ ഉണ്ടോ? അതായത് മാതാവൊത്ത സഹോദരന്മാർ എത്ര ഉണ്ടെങ്കിലും ഈ നേരെയുള്ള, അതായത് പിതാവൊത്ത സഹോദരന്മാരെ തടസ്സപ്പെടുത്തൂല. മനസ്സിലായില്ലേ? കാരണം ആർക്കാ കൂടുതൽ അവകാശം? ഇവർക്കല്ലേ. ഇത് പിതാവും മാതാവും ഒത്ത സഹോദരന്മാരാണ്. അപ്പോൾ ഒരു സഹോദരി ഉണ്ട് അല്ലേ? അപ്പോൾ ആ സഹോദരിക്ക് എത്ര കിട്ടട്ടെ? പകുതി അവകാശം. അതാണ് നമ്മൾ പഠിച്ചത്. വലഹു ഉഖ്തുൻ, സഹോദരി ഉണ്ടെങ്കിൽ ഫലഹ നിസ്ഫു മാ തറക്, ആ സഹോദരിക്ക് പകുതി അവകാശം. പിതൃവിനോ ബാക്കി. നോക്കുക, ഇപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 6. 2ഉം 3ഉം പോകുന്ന ഒരു അക്കം 6 ആണ് അല്ലേ? ശരി, ഇവിടെ മാതാവൊത്ത 2 സഹോദരന്മാർക്ക് എത്രയാണ്? മാതാവൊത്ത 2 സഹോദരന്മാർക്ക് 2. സഹോദരിക്കോ 3. പിതൃവിന് 1. മനസ്സിലായി? ഇനി അടുത്തത് എത്ര ഉദാഹരണം ഉണ്ട്? 5 ഉദാഹരണങ്ങളുണ്ട്. എന്താണ്? മാതാവ്. അടുത്ത് മാതാവൊത്ത എന്താണ്? സഹോദരൻ. ഭർത്താവ്. ശരി, മാതാവിന് എത്രയാണ്? ഇവിടെ ഉണ്ടോ? മാതാവിന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മക്കളുണ്ടോ? മക്കളിൽ ആദ്യം ചിന്തിക്കേണ്ടതാണ്. മക്കളില്ല. പിന്നെന്താണ്? മാതാവൊത്ത സഹോദരനുണ്ട്, 3-1. എന്താ കാരണം? മക്കളില്ല. അപ്പൊ നമ്മൾ പഠിച്ചല്ലേ, ഫൈൻ കാന ലഹു ഇഖ്വതുൻ ഫലി ഉമ്മിഹി സുദുസ്, സഹോദരന്മാരുണ്ടെങ്കിൽ മാതാവിന് 3-1. അപ്പൊ എന്താണ് അതിന്റെ മറുപടി? ഒക്കെ മുമ്പ് പഠിച്ചാണ് നമ്മൾ.
നമ്മൾ പഠിച്ചിങ്ങനെ റിവിഷൻ ചെയ്യുമ്പോഴാണ് ആ സംഗതി ഇങ്ങനെ തറാവുള്ളൂ. അല്ല പറയാ മനസ്സിലായി? ഇവിടെ വൈരുദ്ധ്യമുണ്ട്, വൈരുദ്ധ്യമല്ലേ? ഒരായത്തിൽ പറയുന്നു മക്കളില്ലെങ്കിൽ മാതാവിന് എത്രയാണ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദുൻ ഫഇൻ ലം യകുൻ ലഹു വലദുൻ. മക്കളില്ലെങ്കിൽ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി അസ്സുലുസ്. അതായത് മക്കളില്ലെങ്കിൽ മാതാവിന് 1/3 അവകാശം. അതേ ആയത്ത് പറയുന്നു സഹോദരന്മാരുണ്ടെങ്കിലോ 1/6. വൈരുദ്ധ്യമുണ്ടോ? ഈ 3 6 തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. എന്താ ഉത്തരം? സഹോദരന്മാർ ഇഖ്വത്ത് അത് ബഹുവചനാണോ ഏകവചനാണോ? ബഹുവചനം. ബഹുവചനമാണെങ്കിലാണ് മാതാവിന് എത്ര ആവുള്ളൂ? 1/6 ആവുള്ളൂ. ബഹുവചനമല്ല. അപ്പൊ എത്രയാണ്? ഒരു സഹോദരനാണ് മാതാവത്ത ഒരു സഹോദരൻ. അപ്പോ മാതാവിന് എത്ര ഉണ്ട്? ഖുർആൻ പറഞ്ഞ പോലെ 3/1. ഫഇൻ ലം യകുൻ ലഹു വലദുൻ, മരിച്ച ആൾക്ക് സന്താനമില്ലാതെ ഇല്ലെങ്കിൽ വരിസഹു അബവാഹു, ആ സ്വത്ത് പിന്നീട് മാതാപിതാക്കൾ ഏറ്റെടുത്താൽ ഫലി ഉമ്മിഹി അസ്സുലുസ്, മാതാവിന് എത്രയാണ്? 3/1. മാതാവത്ത സഹോദരനോ എത്രയാണ്? മാതാവത്തെ സഹോദരൻ എത്രയാണ്? 6/1. എന്താ തെളിവ്? അതാണ് ആദ്യത്തെ കലാലത്തിന്റെ ആയത്ത്. വൈൻ കാന റജുലുൻ യൂറസു കലാലതൻ ഔ ഇംറഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ, ഒരു അഖോ ഒരു ഉഖ്ത ഉണ്ടെങ്കിൽ ഫലികുല്ലി വാഹിദി മിൻഹുമാ അസ്സുദുസ്, 6/1. മാതാവത്ത സഹോദരന്മാരുടെ ആയത്താണ് നമ്മൾ വായിച്ചത്. ഭർത്താവിനോ? മക്കളില്ല. അഹ്സൻത്. അപ്പോൾ എത്ര? അതെ. ഇവിടെ ബാക്കി എന്ന് പറയാൻ പാടുണ്ടോ? അതായത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മാതാവ് സഹോദരന് അവകാശം കൊടുത്ത്, ഇപ്പൊ ബാക്കി ഏറ്റവും അടുത്ത ആണാരാണ്? ഭർത്താവല്ലേ. അപ്പൊ ബാക്കി എഴുതിക്കൂടെ ഇവിടെ? എന്താ? അതെ, നിർണീത അവകാശം ഉണ്ടാവുമ്പോൾ ബാക്കി എന്ന് പറയാൻ പാടില്ല, പറ്റൂല. അപ്പൊ ഇവിടെ എത്ര? ഭർത്താവിന് നിസ്ഫ്, പകുതി. എന്താ കാരണം? മക്കളില്ല. മക്കളുണ്ടെങ്കിലോ 4/1. ശരി, നമുക്ക് നോക്കാം. 6 അല്ലേ? ഇവിടെ മാതാവിന് എത്രയാണ്? 2. മാതാവത്തെ സഹോദരന് 1. ഭർത്താവ് 6ന്റെ പകുതി എത്രയാണ്? 3. ഇനിയിപ്പോ ഇവിടെ പിതൃവ്യൻ നോക്കുക, നോക്കിക്കോളി നിങ്ങൾ. ഇവിടെ ഇപ്പൊ പിതൃവ്യൻ സങ്കല്പിക്കുക. പിതൃവ്യൻ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നെ സങ്കല്പിക്കണ പലരും ചോദിക്കണം. ഇപ്പോ പിതൃവ്യൻ ഉണ്ട് സങ്കല്പിക്കുക. അപ്പൊ പിതൃവ്യന്റെ എത്ര അവകാശം? ബാക്കിയില്ല. ഉണ്ടോ? ഇവിടെ 2, 1, 3, 3, 6 പിതൃവ്യന് ഒന്നുമില്ല. ശരി, ഇനി അടുത്തത് പറഞ്ഞോളൂ. പിതാവ്. പിതാവ് നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. മാതാവുണ്ടോ? പിതാവും പിന്നെ മകൻ, മകൾ. പിന്നെ ഇത്രേ ഉള്ളൂ. ശരി, മകൾക്ക് എത്രയാണ്? മകൾക്ക് പകുതി. എന്താ കാരണം? ഏക മകളായതുകൊണ്ട് അല്ലേ? ഏക മകളാണെങ്കിൽ പകുതി. പിതാവിനോ? 6/1. ആരാ പറഞ്ഞ 6/1? അഹ്സൻത്. എന്താ കാരണം? മകളുണ്ട്, സന്താനമുണ്ട്. അതായത് മരിച്ച ആൾക്ക് സന്താനമുണ്ടെങ്കിൽ മാതാവിനോ പിതാവിനോ എത്രയാണ്? 6/1. അതാ ഖുർആൻ പറഞ്ഞത്. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്, സന്താനമുണ്ടെങ്കിൽ. അതാണ് ഷർത്ത്. അപ്പൊ 6/1. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഈ പ്രകാരം നമ്മൾ കണക്ക് കൂട്ടാണ്. 6 അല്ലേ? മകൾക്ക് എത്രയാണ്? 3. പിതാവിനോ? 1. ബാക്കി എത്രയാണ്? ബാക്കി 2 ഉണ്ട്. ബാക്കി 2 ഉണ്ട്. എന്താ ചെയ്യുക? ആകെ ഈ മരിച്ച ആൾക്ക് ഈ പിതാവും മകളും ഉള്ളൂ. 2 എന്താണ്? സദക്ക കൊടുക്കേ? അല്ല, പിതാവിലേക്ക് തന്നെ പോവുക. എന്താ കാരണം? അവിടെയാണ് ഹദീസ്. അപ്പൊ ഇവിടെ പിതാവിന്റെ അവകാശം 2 അവകാശമുണ്ട്. ശ്രദ്ധിക്കണം.
പിതാവിനും രണ്ട് അവകാശമുണ്ട്. ഒന്ന് ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവകാശവും, അതായത് ഫർദും. രണ്ടാമത് തഅസീബും ഉണ്ട്. തഅസീബ് വെച്ചാൽ എന്താണ്? ബാക്കിയുള്ളത്, അതായത് നിർണീത അവകാശമല്ല. അപ്പോ ഇവിടെ എന്താണ്? പിതാവിന് ബാക്കി രണ്ടും പെട്ട. അതായത് പിതാവിന് എത്രയാണ്? 1 + 2 3. മനസ്സിലായില്ലേ? എന്താണ് 1? ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സന്താനമുണ്ടെങ്കിൽ പിതാവിനും മാതാവിനും 6-1. 2 എന്താണ്? ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കറിൻ, ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷനാണ്. അടുത്തത് ഭർത്താവ്. പിതാവ്. ഇത്രേ ഉള്ളൂ. ഭർത്താവ്, പിതാവ്. ഭർത്താവിന് എത്രയാണ്? പകുതി. എന്താ കാരണം? മക്കളില്ല. പിതാവിനോ? പിതാവിന് അതായത് ചോദ്യം, പിതാവിന് എപ്പോഴാണ് ഫർദ് ഉള്ളത്? ഫർദ് വെച്ചാൽ നിർണീത അവകാശം എപ്പോഴാണ് പിതാവിനുണ്ടാവുക? അത് മനസ്സിലായതിന് ഉത്തരം കിട്ടി. സന്താനമുണ്ടെങ്കിലാണ് പിതാവിന് ഫർദ്. എത്രയാണ് ഫർദ്? 6-1. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ പിതാവിന് എത്രയാണ്? ബാക്കിയാണ്, തഅസീബാണ്. അതാണ്. അപ്പോ ഇവിടെ ബാക്കി എഴുതണം. ശരിയല്ലേ? പിതാവും മാതാവും എന്ന പേര്, പിതാവ് എന്ന പേര് ഖുർആനിൽ കണ്ടതുകൊണ്ട് നമുക്കുണ്ട് എപ്പോഴും ഇവിടെ ബാക്കി ഞാൻ പാടും. അങ്ങനെയല്ല. ബാക്കി ഉണ്ടാകുന്ന സന്ദർഭമുണ്ട്, ഫർദ് ഉണ്ടാകുന്ന സന്ദർഭമുണ്ട്. എപ്പോഴാണ് ഫർദ്? മക്കളുണ്ടെങ്കിൽ പിതാവിന് എത്രയാണ്? 6-1. എന്നാൽ മക്കളില്ലെങ്കിലോ അവിടെ ബാക്കി. ശരി. അപ്പൊ ഇവിടെ എത്രയാണ്? 2 ഓഹരിയാക്കി തിരിക്കാം. ഭർത്താവിന് 1, പിതാവിന് പകുതി. 1. ഭർത്താവിന് പകുതി, പിതാവിന് ബാക്കി. ഇനിയിപ്പോ ഇവിടെ ഒരു മകൻ ഉണ്ടെന്ന് നോക്കുക കേട്ടോ. അതായത് ഇവിടെ മകൻ ഈ ബാക്കിന്ന് വെട്ടിയിട്ട്, നിങ്ങളിപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ പറയാം. ഇതേ ഉദാഹരണം തന്നെ നമുക്കിവിടെ ഒരു മകനുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യമുണ്ട്, ഈ മകൻ പിതാവിനെ തടസ്സപ്പെടുത്തുവോ? മകൻ ഉണ്ടായത് കൊണ്ട് പിതാവിന് അവകാശമില്ലാതിരിക്കുവോ? ഉണ്ടാവോ? തടസ്സപ്പെടുത്തുവോ? ഇല്ല, അവകാശം നിഷേധിക്കൂല. അപ്പൊ ഭർത്താവിന് എത്ര ഉണ്ടാവുക? അല്ല, ഭർത്താവ് എത്ര ഉണ്ട്? ഭർത്താവിന് നിസ്ഫല്ല. ഇവിടെ മകനുണ്ട്. 4-1. പിതാവിനോ? പിതാവിന് മുമ്പ് മകന്. അല്ല, പിതാവിന് നോക്കുക. എത്രയാണ്? 6-1 ഉണ്ടാവും. നോക്കി നിങ്ങള്. മകന് വന്നപ്പോ പിതാവിന്റെ അവകാശം ബാക്കിയിൽ നിന്ന് എന്തായി മാറി? ഫർദിലേക്ക് പോയി. 6-1. ഒക്കെ ഖുർആനിലുള്ളതാണ്. മകനോ? മകനാണ് ബാക്കി. അപ്പോ ഇവിടെ 6-4 പോകുന്ന ഒരു അക്കെന്താണ്? 12. ഭർത്താവിന് എത്രയാണ്? അതായത് 4-1 എത്രയാണ്? 12ന്റെ 3. പിതാവോ? 2. ബാക്കി എത്രയാണ്? 7. ഉണ്ടോ? കൂടുതൽ മകന് പോയി. 7 മകനുള്ളത്. ഇനി അടുത്തത് പറഞ്ഞില്ലേ? അടുത്തത് എത്ര? ലാസ്റ്റ് ഒന്നുകൂടി ഉണ്ടല്ലേ? സഹോദരി. ഒരു സഹോദരിയാ? ഭാര്യ. പിന്നെ പിതൃവ്യൻ. ശരി. സഹോദരിക്ക് എത്രയാണ്? നിസ്ഫ്, പകുതി. എന്താ കാരണം? കലാലത്താണ് ഇവിടെ. പിതാവില്ല, സന്താനമില്ല. അപ്പോ സഹോദരിക്ക് എത്രയാണ്? പകുതി. പഠിച്ചാലാണ് നമ്മൾ അല്ലേ? ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല ഇനിംറുഉൻ ഹലക, ഒരു മനുഷ്യൻ മരിച്ചു, മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, സന്താനമില്ല, വലഹു ഉഖ്തുൻ, ഉഖ്തുണ്ട്, ഫലഹാ നിസ്ഫു മാ തറക്, അവൾക്ക് അയാൾ വിട്ടേച്ച് പോയ സ്വത്തിന്റെ പകുതിയുണ്ട്. ആണ് ആയത്ത്. ഭാര്യക്ക് എത്രയാണ്? 4-1. എന്താ കാരണം? മക്കളില്ല. മക്കളുണ്ടെങ്കിലോ 8-1.
പിതൃവ്യൻ ബാക്കി. എന്താണ് തെളിവ്? ഹദീസ് ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കർ, ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷന്. സഹോദരിക്ക് അപ്പം സഹോദരി ഇവിടെ 2 ഉണ്ട് 4 ഉണ്ട്. എത്രയാണ്? 8. 4 പോലെ 4 പോലും അല്ലേ? ഏറ്റവും അതായത് ഈ കണക്കുകളൊക്കെ ഒതുങ്ങുന്ന ഏറ്റവും കുറഞ്ഞ അക്കമാണ് നമ്മൾ ഫറായിദിന്റെ വിഷയത്തിൽ തിരഞ്ഞെടുക്കേണ്ടത്. ശരി, സഹോദരിക്ക് എത്രയാണ്? 2, ഭാര്യയ്ക്ക് 1, പിതൃവ്യൻ 1. ശരിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് അവകാശങ്ങൾ? ബാക്കി ഒരു ഉദാഹരണം ഉള്ളൂ, ഒറ്റ ഉദാഹരണം. ആരൊക്കെയാണ്? ഭർത്താവ്, ഒരു സഹോദരിയാ? സഹോദരി, പിതാവ്, പിതാവത്തെ സഹോദരൻ, ശരി. ഭർത്താവിന് എത്രയാണ്? പകുതി. എന്താ കാരണം? മക്കളില്ല. സഹോദരിക്കോ? സഹോദരിക്ക് എത്രയാണ്? പകുതി. പിതാവത്തെ സഹോദരനോ? ഒന്നുമില്ല. എന്താ കാരണം? ഇവിടെ ഫർദ് മുഴുവനായി. ഹദീസിൽ എന്താ ഉള്ളത്? ഫർദ് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത, അപ്പൊ ഫർദ് കഴിച്ചാൽ ബാക്കി ഇല്ലെങ്കിലോ ഏറ്റവും അടുത്ത പുരുഷന് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പിതാവത്തെ സഹോദരന് ഒന്നുമില്ല, ഭർത്താവിന് പകുതി, സഹോദരിക്കും പകുതി. അപ്പോൾ ഇവിടെ ഫർദ് പൂർത്തിയായി. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ച ഏതാനും നിയമങ്ങൾ ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തവും പഠനവും എല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വറസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.